ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജാമാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ജാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ ഇതിൽ ഫുഡ് കളറോ അതുപോലെ പ്രിസർവേറ്റീവോ ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 750 ഗ്രാം ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ മൊത്തം കളഞ്ഞ് അതിനെ ഓരോ അല്ലിയാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അല്ലിയുടെ മേലെയുള്ള ഈ വെള്ള കളറിലുള്ള നാരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് എടുത്ത് കളയണം. എന്നിട്ട് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലുള്ള കുരുവൊക്കെ ഒന്ന് എടുത്ത് കളയാം. ഒന്നിങ്ങനെ കത്തി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിസർ എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഏറ്റവും എളുപ്പം നമുക്ക് സിസർ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സീഡൊക്കെ അകത്തുനിന്ന് എടുത്ത് കളയുന്നതാണ്. ഇതിലെ നാരും ഇതിൻ്റെ സീഡും മാത്രമേ നമ്മൾ കളയുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഈ സ്കിന്ന് പോലത്തെ ഉണ്ടല്ലോ, അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ നന്നാക്കി എടുത്തിട്ടുള്ള ഈ ഓറഞ്ചിൻ്റെ അല്ലി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ നമുക്കത് നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഓറഞ്ച് ഉണ്ടല്ലോ, അത് നമ്മൾ ഏത് പാത്രത്തിലാണോ ജാം ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ ജാമിലേക്ക് ഇടാനായിട്ട് നമുക്കൊരു ഓറഞ്ചിൻ്റെ തൊലി വേണം. അത് നല്ല മഞ്ഞ കളറുള്ള തൊലിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തെ ഈ വൈറ്റ് പാകൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. ചില ഓറഞ്ചിൻ്റെ തൊലിക്ക് നല്ല കയ്പുണ്ടായിരിക്കും. അപ്പോൾ ആ തൊലിയൊക്കെ നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുക. എന്നിട്ട് കയ്പ്പ് മാറിയില്ലെങ്കിൽ അതുപോലെ തന്നെ 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ തൊലിയുടെ കയ്പ്പൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഓറഞ്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അത് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലിയും പിന്നെ 300 ഗ്രാം പഞ്ചസാരയും കൂടിയാണ് നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നിങ്ങനെ കുറുക്കിയെടുക്കണം. ഓറഞ്ചിൻ്റെ പൾപ്പിൻ്റെ വെയിറ്റ് 600 ഗ്രാമാണ്. 750 ഗ്രാമാണ് നമ്മൾ ഓറഞ്ച് എടുത്തിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വന്നപ്പോൾ 600 ഗ്രാമേ ഉള്ളൂ. ശരിക്കും 600 ഗ്രാമിന് 600 ഗ്രാം പഞ്ചസാര എടുക്കണം. ഞാൻ ഇത് നല്ല മധുരമുള്ള ഓറഞ്ചാണ്, അതുകൊണ്ട് 300 ഗ്രാമാണ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഇതാ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ ജാം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് ഒഴിച്ച് നോക്കാം. എന്നിട്ട് അതിനൊന്ന് ഇളക്കി നോക്കുക. അപ്പോൾ അത് താഴേക്ക് പെട്ടെന്ന് പോകുന്നില്ലെങ്കിൽ ജാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. നമ്മൾ പഞ്ചസാരയും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ അതിങ്ങനെ പൊട്ടി തെറിച്ചിട്ട് കയ്യുമ്മേലേക്കൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അതാ ജാമൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള ബോട്ടിലേക്ക് നമുക്ക് ഇതാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം കേടുകൂടാതിരിക്കും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഇത് കട്ടിയാവുന്നില്ല, ശരിക്കും ജാമിൻ്റെ അതേ ടെക്സ്ചറിൽ തന്നെ ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ഫുഡ് കളറോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അത് വിചാരിച്ച് ജാം കേടാവൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. അതുപോലെ കറുവപ്പട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു കഷ്ണം അത് ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ടിട്ട് നമ്മൾ ജാം ബോട്ടിലേക്ക് മാറ്റുമ്പോൾ ഈ കറുവപ്പട്ട ഒന്നെടുത്ത് കളഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഓറഞ്ച് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്, അതുപോലെ ചക്ക, അതിൻ്റെയൊക്കെ ജാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണേക്കാട്ടിയും നല്ലത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഓറഞ്ചിൻ്റെ ജാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.